എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 26 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നടന്നിരിക്കുകയാണ്. നേരത്തോട് കൂടിയിട്ടാണ് 2026 ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അപ്പോൾ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. 24.64 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത്. അവരിൽ ഉള്ള ആളുകൾക്കാണ് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി തുടങ്ങിയിട്ടുള്ളത്. കയ്യിൽ വിതരണം മറ്റന്നാൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്നതാണ്. ശനി ഞായറൊക്കെ ആയിട്ട് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ 5-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം ലഭിക്കുന്ന തരത്തിലാണ് ഈ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഉള്ളത്. അപ്പൊ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും ഒരു മാസത്തേത് ഇന്ന് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് 1600 ആണ് ലഭിക്കുന്നത്. അതിന്റെ വിതരണവും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 2 പെൻഷൻ, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് 1600 രൂപയുമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പൊ ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് നാളേക്ക് ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് ഇന്ദിരാഗാന്ധി ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള 300, 500, 200 ഒക്കെ കുറവുള്ള ആളുകൾക്ക് അത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ആ ഒരു തുക കൂടി ഉടനെ എത്തിച്ചേരുന്നതാണ്. ഇതിനോടൊപ്പം അത് ഉണ്ടാകില്ല, പക്ഷേ 2-3 ദിവസത്തിന് ശേഷം അതും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ള ആളുകൾക്ക് 1700, 1800, 1500 എന്നിങ്ങനെയായിരിക്കും ലഭിച്ചിട്ടുണ്ടാകുക. ബാക്കി തുകയാണ് ഇനി 2-3 ദിവസത്തിന് ശേഷം ലഭിക്കുക. കയ്യിൽ പെൻഷൻ വിതരണം വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കും. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് ഇതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. സംസ്ഥാന IT മിഷൻ മുഖേന വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്വയം ഒരു തൊഴിൽ തുടങ്ങുക അല്ലെങ്കിൽ സ്വയം ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹം ഉള്ള 18 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷിക്കേണ്ട യോഗ്യത +2 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം. ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. www.akshaya.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. മാർച്ച് 9-ാം തീയതി വരെ ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയുള്ള തിരക്കും അതിലുള്ള വരുമാനമൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ സ്വയം തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്വയം സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും +2 വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം അതത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല, പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. 18 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് 0471 232 211 എന്ന നമ്പറിലോ 0471 232 212 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, തപാൽ വകുപ്പ് മുഖേന ചെറിയ തുകക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. ഒരു വ്യക്തിക്ക് വെറും 1399 രൂപ മുടക്കിക്കൊണ്ട് ഒരു വർഷത്തേക്ക് പ്രീമിയം എടുക്കാവുന്നതാണ്. 2.5 ലക്ഷം രൂപയാണ് പരിരക്ഷ ലഭിക്കുക. ഇതിലേക്ക് 899 രൂപ ഒരു ടോപ്പ് അപ്പ് പ്ലാൻ കൂടി ചെയ്യുകയാണ് എങ്കിൽ 2 ലക്ഷം രൂപ കൂടി അധികം ലഭിക്കും. അങ്ങനെ 20 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവാണ് ലഭിക്കുന്നത്. ഇത് ആക്സിഡന്റ് ഇൻഷുറൻസ് അല്ല, എല്ലാ അസുഖങ്ങൾക്കും ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് തപാൽ വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു വ്യക്തിക്കാണ് 1399 രൂപയ്ക്ക് ചേരാൻ കഴിയുക. ഭാര്യയും ഭർത്താവുമുള്ള അല്ലെങ്കിൽ 2 അംഗങ്ങളുള്ള കുടുംബത്തിന് 2499 രൂപയും, ഒരു കുട്ടിയെ കൂടി ചേർത്ത് 3 അംഗങ്ങളുടെ കുടുംബത്തിന് 2999 രൂപയും, 2 കുട്ടികൾ അടങ്ങുന്ന 4 അംഗ കുടുംബത്തിന് 3499 രൂപ അടച്ചും പദ്ധതിയിൽ ചേരാവുന്നതാണ്. കുട്ടികളുടെ പ്രായം 21 വയസ്സിൽ കൂടാൻ പാടില്ല എന്ന നിബന്ധന കൂടിയുണ്ട്. അപ്പൊ അടിസ്ഥാന കവറേജ് ആണ് 2.5 ലക്ഷം രൂപ. അതിന് പുറമെ ഒരു വ്യക്തിയുടെ പ്ലാനിൽ 899 രൂപ അധികമായിട്ട് ചേർക്കുകയാണ് എങ്കിൽ 20 ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കുന്നതാണ്.
പിന്നെ പ്രായപരിധിയുണ്ട്. 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ ചേരാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കോഴിക്കോട് തപാൽ ഓഫീസിന്റെ നമ്പറായിട്ടുള്ള 0495-238-0690 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാനപ്പെട്ട അറിയിപ്പ്: മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരത്തിനുള്ള അപേക്ഷ ഇപ്പോൾ തുടരുകയാണ്. കേരളത്തിലെ 13 സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിൽ നിന്നും 2023-24 അധ്യയന വർഷത്തിൽ ഡിഗ്രി വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ള, അത് 3 വർഷമുള്ള ഡിഗ്രി ആയാലും 4 വർഷമുള്ള ഡിഗ്രി ആയാലും 5 വർഷമുള്ള ഡിഗ്രി ആയാലും ഇത് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ള 75% മുകളിൽ മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, യുവക്കൾക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 പേർക്ക് ഓരോ ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം അല്ലെങ്കിൽ CM സ്കോളർഷിപ്പ് ലഭിക്കുക. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. www.pratibhapuраskaram.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അർഹതയുള്ളവർ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്: മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വീടിന് 5 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പലിശയില്ലാതെ 5 ലക്ഷം രൂപ ലോണാണ് ലഭിക്കുക. 10 വർഷമാണ് തിരിച്ചടവ് കാലാവധി. കേരള മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ ചേരുകയും മുടങ്ങാതെ 2 വർഷമെങ്കിലും അംശാദായം അടച്ചിട്ടുള്ള 25 മുതൽ 50 വയസ്സിന് ഇടയിലുള്ള ആളുകൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷകർക്ക് കുറഞ്ഞത് 3 സെന്റ് സ്ഥലമെങ്കിലും വേണം. www.kmtboard.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. 88-23-07-05-77 എന്ന നമ്പറിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.